എല്ലാവർക്കും നമസ്കാരം. നാടിൻ്റെ ഭദ്രതയ്ക്കും സാമ്പത്തികമായ മുന്നേറ്റത്തിനും സ്വയം ജീവിതശൈലിയിൽ വരുത്തുവാൻ സ്വയം തീരുമാനിച്ചെടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഉറച്ച വിശ്വാസത്തിലും യുവതലമുറ ചെറുപ്രായത്തിൽ തന്നെ നാട് വിടുക പതിവാണ്. അവർ സൈന്യത്തിലും രാജ്യത്തിൻ്റെ പല വിഭാഗങ്ങളിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലും ജോലി ചെയ്ത് തിരികെ 10-30 വർഷത്തിന് ശേഷം വരാറുണ്ട്. അവരെ നേരായ രീതിയിൽ ഒന്ന് വരവേൽക്കാനോ അവരെ നാട്ടിൽ അവർക്കുള്ള സ്വയം പര്യാപ്തതയ്ക്ക് അനുസരിച്ച് ഒന്ന് നിലനിർത്താനോ ഒന്നും ആഗ്രഹിക്കാത്ത ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നത്. ആരും ഇഷ്ടപ്പെടാത്ത, ആരും പറഞ്ഞു കൊടുക്കാത്ത കുറേ കാര്യങ്ങൾ ആണ് ഈ പോസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സ്വന്തം പരിചയവും സ്വന്തം അനുഭവവും ഒക്കെ ഇതിൽ കൂട്ടിക്കലർത്തിയത് കൊണ്ട് കുറേയൊക്കെ വിശ്വാസത്തിൽ എടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് സ്വയം അനുഭവിച്ചറിയുന്ന ഒരു കാര്യം. നമ്മൾ നാട് വിട്ട് കുട്ടിക്കാലത്ത് തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി അധ്വാനിച്ച് കുടുംബത്തെ പോറ്റി നാടിൻ്റെ നന്മകൾക്കനുസരിച്ച് സാമ്പത്തികമായി സഹായിച്ച് ഒരു പരുവമാവുമ്പോൾ നാം നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. പക്ഷേ നിങ്ങളെ സ്വീകരിക്കാൻ, നിങ്ങളെ തയ്യാറാക്കി നിർത്താൻ ഒട്ടനവധി ആൾക്കാർ നിങ്ങളോടൊപ്പം ആ സമയം ഉണ്ടാകും. നിങ്ങളെ ചാക്കിൽ കയറ്റി മൂലക്കിരുത്തി ഒരു പരുവമാക്കിയെടുക്കുന്ന ചില സംഘടനകളും നമ്മുടെ നാട്ടിലുണ്ട്. രാഷ്ട്രീയപരമായി നിങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ അവരോടടുപ്പിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു തരാം എന്നുള്ള രീതിയിൽ നിങ്ങളെ ഊറ്റിക്കുടിക്കുന്ന കുറേ വിഭാഗങ്ങൾ. തീർച്ചയായിട്ടും നാട്ടിലേക്ക് വരുന്ന നമ്മുടെ മലയാളികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ നാട്ടിൽ വന്ന് ചതിക്കുഴികളിൽ അകപ്പെടരുത്. നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഭാരം, ചെറിയ സമ്പാദ്യം ഒക്കെ നിങ്ങളിൽ നിന്നും തട്ടിയെടുത്ത് നിങ്ങളെ അനാഥമാക്കുവാൻ തയ്യാറായിരിക്കുന്ന ഒരു കഴുകക്കൂട്ടങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. രാഷ്ട്രീയപരമായും ചില സംഘടനകളുമൊക്കെ നിങ്ങളെ വളരെ വേഗത്തിൽ വലവീശി എറിഞ്ഞ് നിങ്ങളെ ഒരു പരുവമാക്കി മൂലക്കിരുത്തുന്ന അനുഭവമാണ് നാട്ടിൽ കഴിഞ്ഞ 15 വർഷമായി കാണുവാൻ കഴിയുന്നത്. അതിനു മുൻപത്തെ അനുഭവം ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ 15 വർഷത്തെ അനുഭവം ഒരുമിച്ച് അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് നമ്മളൊക്കെ ഈ രീതിയിൽ വന്നതുകൊണ്ടും പുതിയ വരാൻ പോകുന്ന നമ്മുടെ തലമുറ തൊഴിൽ നേടി അവിടെ ഒരുവിധം നല്ല രീതിയിൽ ചെറിയ അധ്വാന ഫലം ഉണ്ടാക്കി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അറിയാത്ത ചില കുഴികൾ നിങ്ങളെ തേടിയിരിപ്പുണ്ട് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. വരുന്ന സമയത്ത് ആൾബലവും അന്തസ്സും കുടുംബവും കൂട്ടുകാരും ഒക്കെ ഇഷ്ടം പോലെ യഥേഷ്ടം നിങ്ങളോടൊപ്പം ചേരുന്നുണ്ടാവും. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ മറ്റുള്ളവർ വീശുന്ന വലയെ, ആ വലയിൽ കുടുങ്ങാതെ നിങ്ങൾ സ്വയം പര്യാപ്തത നേടുവാൻ ശ്രമിക്കുന്നതാണ് എപ്പോഴും നല്ലത്. രാഷ്ട്രീയപരമായി നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ അവസാനം നിങ്ങൾ അവർ കുഴിക്കുന്ന കുഴിയിൽ വീണ് നിങ്ങളുടെ ഉള്ള സമ്പാദ്യവും കൂടി നഷ്ടപ്പെടുത്തേണ്ടി വരുമെന്ന് തിരിച്ചറിയുക. നാട്ടിൽ കള്ളത്തരങ്ങളും കൊള്ളയും കള്ള ബിസിനസ്സും പ്രകൃതി ചൂഷണവും നടത്തി രാഷ്ട്രീയം കളിക്കുന്നവരുടെ ഇടയിലേക്ക് നിങ്ങൾ ചെന്ന് വീഴാതിരിക്കുക. നിങ്ങൾ കാണുന്ന ഒരു നാടല്ല ഈ മലയാളികൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്നത്. നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കാൻ പോലും അവർ തയ്യാറാവുകയില്ല. നിങ്ങൾ പറയുന്നത് അവരെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളറിയാതെ നിങ്ങളുടെ കഥകളും നിങ്ങളെ തന്നെയും അവർക്ക് മുന്നിൽ നിങ്ങൾ തുറന്നു കാട്ടാറുണ്ട്. പക്ഷേ അവർ അതനുസരിച്ച് നിങ്ങളിലേക്ക് വല വീശുന്നുണ്ടാവും. നിങ്ങളെ ഊറ്റിപ്പിഴിഞ്ഞ് നിങ്ങളെ അടുത്ത് അറിഞ്ഞ് അവർ നിങ്ങളെ ചവിട്ടി പുറത്താക്കുന്ന കാലം വളരെ വിദൂരമല്ല. കഴിഞ്ഞ 10-15 വർഷം നാം നാട്ടിൽ നിന്ന് അനുഭവിച്ചറിഞ്ഞ, മറ്റുള്ളവരെ കണ്ടുപിടിച്ച ചില അനുഭവങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന മലയാളികൾക്ക് ഒരു അനുഭവ പാഠമായി ഈ പോസ്റ്റിലൂടെ നിങ്ങൾക്ക് തരുകയാണ്. നാടിൻ്റെ വികസനത്തിനനുസരിച്ച് വെളിയിൽ നിന്നും വരുന്ന നമ്മളുടെ നാടിനെ സശക്തമാക്കിയ മലയാളികൾക്ക് ഒരു സ്ഥാനവുമില്ലെന്ന് നിങ്ങൾ അറിയുക. നിങ്ങൾ നടത്തുന്ന നിങ്ങളുടെ ബിസിനസ് പോലും നിങ്ങളെ പൂട്ടിക്കുവാൻ തയ്യാറായിരിക്കുന്ന ഒരു കൂട്ടം
മലയാളികൾ നിങ്ങളുടെ ഇടയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ അടുത്ത കൂട്ടുകാരും നിങ്ങളുടെ അടുത്ത ബന്ധുക്കളും നിങ്ങളുടെ അടുത്ത സഹപാഠികളും നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ സംഘടനകളുമൊക്കെ നിങ്ങളെ വളരെ എളുപ്പത്തിൽ ഇല്ലാതാക്കി കളയും. ഇതുപോലെ ഒരു ക്ലാസ് പോലും ആരും എടുക്കാൻ സന്നദ്ധരാവുകയില്ല. രാഷ്ട്രീയം പോലും വളരെ വിഴുപ്പലക്കിയ ഒരു കൂട്ടം മലയാളികളുടെ ഒരു കൂട്ടമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ഇന്നത്തെ ഈ സ്ഥിതി നാം നേരിൽ അനുഭവിച്ചറിയാൻ ബാധ്യസ്ഥമാകുന്നത്. കേരളത്തിൻ്റെ വരും തലമുറ ഇതൊക്കെ കണ്ടാണ് മുന്നോട്ട് വരുന്നത്. അതുകൊണ്ടാണ് നാട്ടിൽ രാഷ്ട്രീയം പോലും പച്ച പിടിക്കാതെ പോകുന്നതിൻ്റെ ഒരു കാരണവും. വിദേശത്തും വെളിനാട്ടിലുമൊക്കെ പോയി ജോലി ചെയ്തു വരുന്ന മലയാളികൾ നിങ്ങളെ പിഴിഞ്ഞ് നിങ്ങളെ ഊറ്റിക്കുടിച്ച് ഒന്നുമല്ലാതാക്കുന്ന ഒരു കൂട്ടം ശവങ്ങൾ ഈ നാട്ടിലുണ്ട്. അവരെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ വാക്കുകളെ വിലയില്ലാതെ, നിങ്ങളുടെ വാക്കുകളെ കണ്ടിച്ച്, നിങ്ങളുടെ വാക്കുകളെയും നിങ്ങളെയും തന്നെ ഉപേക്ഷിച്ച് നിങ്ങളെ കളിയാക്കുന്ന ഒരു മനോഭാവമുള്ള കുറേ ദരിദ്രർ, ആ വിഡ്ഢികളുടെ ഇടയിൽ നിങ്ങൾ പോയി പെടാതെ ഇരിക്കുക. നിങ്ങളുടെ ഭാവി നിങ്ങൾ തുലയ്ക്കുന്നതിന് തുല്യമാകും നിങ്ങൾ അവരോടൊപ്പം സഹകരിച്ചാലെന്ന് നിങ്ങൾ തിരിച്ചറിയുക. 15 വർഷത്തെ അനുഭവങ്ങൾ വളരെ ഒരു ചെറിയ കാലം കൊണ്ട് ആർജിച്ചെടുത്ത അനുഭവമാണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളുടെ ധനം, അല്ലെങ്കിൽ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളുടെ അനുഭവം, ഇതൊന്നും നമ്മുടെ നാട്ടിന് ആവശ്യമില്ല. ഇവിടെ ഈ ചെറിയ പൊട്ടക്കിണറ്റിൽ വളരുന്ന തവളകൾ അവർ ഉണ്ടാക്കിയെടുത്ത ചില തള്ളിപ്പറച്ചിലുകൾ, തള്ളിമലർത്തലുകൾ, പലരെയും ഉപദ്രവിച്ച കഥകൾ ഒക്കെ അവർക്ക് മുന്നിൽ ഒരു വലിയൊരു പാഠമായി, വലിയൊരു യുദ്ധ സാമ്രാജ്യമായി അവർ കെട്ടിപ്പടുത്ത് വച്ചിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് അവരുടെ കാര്യഗൗരവമായ പുതിയ വീക്ഷണത്തിലൂടെ അവർ നടപ്പിലാക്കുന്നത്. അവരെ സൂക്ഷിക്കുക. നാട്ടിലേക്ക് വരുന്ന മലയാളികൾ, നിങ്ങൾ നാട്ടിൽ എവിടെയെങ്കിലും സെറ്റാവാൻ ശ്രമിക്കുക. നിങ്ങളോടൊപ്പം ഓടി വരുന്ന എല്ലാവരെയും നിങ്ങൾ സശ്രദ്ധം വീക്ഷിക്കുക. നിങ്ങളെ പടുകുഴിയിലേക്ക് എടുത്തെറിയാൻ കാത്തിരിക്കുന്ന ചില വിഡ്ഢിത്തങ്ങളുടെ കൂടെ നിങ്ങൾ കൂട്ടുകൂടാതിരിക്കുക. നിങ്ങളെ അവർ ഒരു മുഖവിലേക്കും എടുക്കില്ലെന്ന് നിങ്ങൾ പതുക്കെ മനസ്സിലാക്കും. അവരുടെ ഇടയിലേക്ക് ചെന്ന് ചാടി ഉള്ള സമ്പാദ്യവും കൂടി ഇല്ലാതാക്കാതെ വരുന്ന സമയത്ത് തന്നെ ഒരു സമയവും പാഴാക്കാതെ നിങ്ങൾ നാട്ടിൽ സെറ്റാവാൻ ശ്രമിക്കുക. വലിയ ബിസിനസ്സിലേക്ക് എടുത്തു ചാടി നിങ്ങളുടെ ജീവിതം കുളം തോണ്ടാതിരിക്കുക. നന്മയുടെ മനസ്സുമായി നിങ്ങൾ സമാജത്തിലേക്ക് ഇറങ്ങിയാൽ നിങ്ങളെ സമാജം കാത്തിരിക്കുന്നുണ്ടാകും, നിങ്ങളെ കൈപിടിച്ച് ഒരു നല്ല പാത കാണിച്ചു തരുവാൻ. പക്ഷേ വളരെ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഇത്തരം വിഡ്ഢിക്കൂട്ടങ്ങളിൽ നിന്നും അകലം പാലിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം കേരളം ഇന്ന് ആ രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു. രാഷ്ട്രീയത്തിൽ കേരളത്തിൽ നിന്നും വരുന്ന ചില തലമുറകൾ ദാരിദ്ര്യം അറിയാതെ മറ്റുള്ളവരുടെ കാശിനാൽ വളർന്നു വരുന്ന, കുറുക്ക് വഴികളിലൂടെ വളർന്നു വന്ന ഒരു തലമുറ ഇന്ന് നമ്മുടെ നാട്ടിനെ നശിപ്പിക്കാനായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അവരാണിന്ന് രാഷ്ട്രീയത്തിൽ പോലും പരിലസിച്ച് ഉല്ലസിക്കുന്നത്. അവർ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയം കേരളത്തിൽ നശിച്ച് നാമാവശേഷമാകുന്നത് നമ്മളിപ്പോൾ നേരിൽ കാണുകയാണ്. നന്മ നിറഞ്ഞ എല്ലാ വിഭവങ്ങളോടും കൂടി, എല്ലാ അനുഭവങ്ങളോടും കൂടി നിങ്ങൾ നാട്ടിൽ വന്ന് നാട് നന്നാക്കുവാൻ ശ്രമിച്ചാൽ നിങ്ങൾ ചെന്ന് ചാടുന്നത് പൊട്ടക്കിണറ്റിലേക്കാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇത്തരം വിഡ്ഢികളാൽ സമ്പന്നമായ കേരളത്തിൻ്റെ രാഷ്ട്രീയവും ചില സംഘടനാ പാരമ്പര്യവും മുതലെടുത്ത് അതിലൂടെ ജീവിതം നടപ്പിലാക്കുന്ന വിഡ്ഢിക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് നിങ്ങൾ ചെന്ന് ചാടാതിരിക്കുക. ആത്മീയമായി മുന്നേറി നിങ്ങളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുക. അതോടൊപ്പം രാഷ്ട്രത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കുക. രാഷ്ട്രത്തിന് വേണ്ടി ഒരു സംഘടനയും ബന്ധപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെന്തോ അതാണ് രാഷ്ട്ര സേവനമായി നിങ്ങൾ കണക്ക് കൂട്ടേണ്ടത്. ചില ബാനറുകൾക്ക് മുന്നിൽ നിങ്ങൾ ചെല്ലുന്നത് നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വിഡ്ഢിക്കൂട്ടങ്ങളുടെ നടുവിലേക്കാണെന്ന് അറിയുക. പല സംഘടനകളും കേരളത്തിൽ വളരെ വലുതായി വളർന്നു വന്ന് സാമ്പത്തികമായി അതിൻ്റെ നേതാക്കന്മാർ പരിലസിച്ചുല്ലസിക്കുമ്പോൾ നമ്മളൊക്കെ പെട്ടെന്ന് അത് കണ്ട് എടുത്തു ചാടി അങ്ങോട്ട് ചെന്നാൽ നിങ്ങളെ അവർ ഒറ്റയടിക്ക് തറയിലേക്ക് ഇരുത്തും എന്ന്, അല്ലെങ്കിൽ പാതാളത്തിലേക്ക് അടിച്ചമർത്തും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. കേരളത്തിൻ്റെ പഴയ മുഖം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. വെളിയിൽ നിന്ന് വരുന്നവരെ ആക്ഷേപിക്കുന്ന
നപുംസകങ്ങൾ കേരളത്തിൽ വളർന്നു വരികയാണ്. അവരുടെ മുന്നിൽ നിങ്ങൾക്ക് ജീവിക്കാൻ വളരെ പാടാണ്. ആധുനിക യുഗത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ അറിയാത്ത അവർ ആധുനിക യുഗത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ നിങ്ങൾ പഠിപ്പിച്ചാൽ നിങ്ങളെ അവർ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ചില മൂർച്ചയേറിയ കത്തിയാണ് അവരുടെ മുന്നിലേക്ക് പ്രയോഗിക്കുന്നതെന്ന് വരെ അവർ പറഞ്ഞൊപ്പിക്കും. നിങ്ങളെ അങ്ങനെ അവർ ഇല്ലാതാക്കും. അതുകൊണ്ട് നാട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ വിട്ടുപോയ നാടാണ് ഇന്ന് നിങ്ങൾ വിശ്വസിച്ച് ഒരിക്കലും നാട്ടിലേക്ക് വരരുത്. കുറ്റവാളികളാൽ ക്രിമിനലുകളാൽ സമ്പന്നമായ ഒരു നാടായി ഇന്ന് കേരളം മാറിയിരിക്കുന്നു. കൊച്ചു കൊച്ചു കുട്ടിത്തങ്ങളിലൂടെ വിഡ്ഢിത്തരങ്ങളിലൂടെ ആക്രമണങ്ങളിലൂടെ വളർന്നു വന്ന ഇവരൊക്കെ ഈ നാടിനെ കുട്ടിച്ചോറാക്കുകയാണ്. അതിലേക്ക് നിങ്ങളും ചെന്ന് ചാടാതെ വരുന്ന വിദേശ മലയാളികളും നമ്മുടെ അന്യനാടുകളിൽ നിന്ന് വരുന്ന മലയാളികളും നാട്ടിൽ സസൂക്ഷ്മം വീക്ഷിച്ച് നാല് വശവും ശ്രദ്ധിച്ച് ജീവിതം മുന്നോട്ട് കരുപ്പിടിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ കാത്തിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നാം ഇന്ന് കാണുന്ന ഈ ചില നല്ല മനുഷ്യരുടെ അനുഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ പേര് പറയാതെ പങ്കുവെച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, വന്ദേ മാതരം, ജയ് ശ്രീറാം.